വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 31 മുതൽ 42 വരെയുള്ള തിരുവചന ഭാഗം. പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്ന ഈശോയെക്കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഈശോയുടെ ഓരോ പ്രവൃത്തിയും പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരുന്നു. തൻ്റെ ഓരോ ചെയ്തികൾക്ക് മുമ്പിലും ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഈശോ ജനക്കൂട്ടത്തെ കാണിച്ചിട്ടും യഹൂദർ അവനെ എറിയുവാനായിട്ട് കല്ലുകളെടുത്തു. നാമൊക്കെ ദൈവത്തിന് പ്രീതികരമായ പ്രവൃത്തികളാണോ ചെയ്യുന്നതെന്ന് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ മഹിമയ്ക്ക് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ലേ നാം ഒക്കെ പലതും ചെയ്തു കൂട്ടുക. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അവിടെയൊക്കെ സ്വന്തം സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, സ്വന്തം പേരിനും പെരുമയ്ക്കും വേണ്ടിയിട്ടൊക്കെ അല്ലേ അറിഞ്ഞോ അറിയാതെയും നാം ഒക്കെ പരിശ്രമിക്കുന്നതും. ഈശോ മിശിഹാ ഇവിടെ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പിതാവിൻ്റെ ഹിതങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ജീവിത മേഖലയിലും സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുന്ന ചെയ്തികൾ മാത്രം ചെയ്യുവാനായിട്ട് നമ്മളെയൊക്കെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. 31-ാം തിരുവചനം പറയുന്നത് യഹൂദർ അവനെ എറിയുവാനായിട്ട് വീണ്ടും കല്ലുകളെടുത്തു എന്നാണ്. തങ്ങളുടെയൊക്കെ മനസ്സിലും ഹൃദയത്തിലുമൊക്കെ സൂക്ഷിച്ചിരുന്ന ദൈവത്തെക്കുറിച്ചുള്ള പ്രതിച്ഛായ മാറ്റുവാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് യഹൂദർക്ക് യേശുവുമായിട്ട് കലഹിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യം അറിയുവാനായിട്ട് അവർക്ക് കഴിയാതെയും പോകുന്നുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ ചിന്ത എന്താണ്? ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ ചിന്തകളുടെ പേരിൽ മറ്റാരെയെങ്കിലുമൊക്കെ തെറ്റായിട്ട് വിധിക്കുവാൻ നമുക്ക് ഇടവന്നിട്ടുണ്ടോ? ഈശോയെ അറിയുവാനുള്ള കല്ലുകളൊന്നും ദൈവാലയത്തിനകത്ത് കാണുകയില്ല. അതിനർത്ഥം അവിടെ കൂടിയിരുന്നവർ നേരത്തെ കല്ലുകൾ കരുതിയാണ് അവൻ്റെ അരികിലേക്ക് എത്തിയതെന്നാണ്. ദൈവാലയം ഏറെ പവിത്രമാണെന്ന് പറയുന്നവർ അവിടെ നിൽക്കുമ്പോഴും തിന്മയാണ് നിരൂപിക്കുന്നത്. നാം ഓരോരുത്തരും ദൈവാലയത്തിലാകുമ്പോൾ ആ ദൈവാലയത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടോ? നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പരിശുദ്ധിയും സംസാരിക്കുന്നവരുടെ വിശുദ്ധിയുമൊക്കെ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ ദൈവവുമായിട്ട് ഒന്നാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈശോയെ ദൈവനിന്ദ ആരോപിച്ചിട്ട് അവർ കല്ലെറിയുവാൻ തുനിഞ്ഞത്. വീണ്ടും അവർ കല്ലുകൾ എടുത്തു എന്ന വാക്ക് ഇത് പലപ്പോഴും സംഭവിച്ചു എന്നതിൻ്റെ തെളിവുമാണ്. ആക്രമിക്കപ്പെടും എന്ന സാധ്യതയോ ആവർത്തിച്ചിട്ടുള്ള ഭീഷണിയോ ഒന്നും ഈശോയെ പിറകോട്ട് വലിക്കുന്നില്ല. അവൻ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആക്രമണ സാധ്യതകളും ഭീഷണികളുമൊക്കെ നമ്മുടെ നിലപാടുകളെയും സത്യത്തോടുള്ള ചായ്വിനെയുമൊക്കെ ബാധിക്കാറുണ്ടോ? പലപ്പോഴും നാമൊക്കെ ഭയത്തിലാണ്. ഒരു സത്യം പറഞ്ഞാൽ, ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള പലതിലേക്ക് നമ്മുടെ ചിന്താഗതികൾ പരതും. സ്നേഹമുള്ളവരെ, ഈശോയ്ക്ക് സാക്ഷ്യമാകുവാൻ, അവൻ്റെ ചെയ്തികൾ മാത്രം ചെയ്യുന്നവരാകുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.